ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന തരിപ്പ് വേദന, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന അധികം എഴുതി കഴിഞ്ഞാലൊക്കെ കുട്ടികൾക്ക് ഈ ഒരു സൈഡൊക്കെ നല്ലൊരു വേദന ഉണ്ടാവും. കൈകൾ നിർത്താനും മടക്കാനൊക്കെ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇത് അധികം നേരം നിൽക്കുന്നവർക്ക് കാലിൻ്റെ മടമ്പിലുണ്ടാകുന്ന വേദനക്കും ഒരു പരിഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ഡോക്ടർക്ക് ഒന്ന് കാണിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനായി ഞാൻ ഇതുപോലെ ഒരു പഴയ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പച്ചമഞ്ഞളുടെ പൊടിയാണ്, കൂട്ടൊന്നുമില്ലാതെ. പൊടിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ മുളകൊക്കെ അതിൽ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് വേണം നമുക്ക് കിട്ടാൻ. മഞ്ഞൾ സാധാരണ നമ്മൾ വാങ്ങി പ്രത്യേകം പറഞ്ഞ് പൊടിപ്പിച്ചതാണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ അതാ ജസ്റ്റ് മഞ്ഞളൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ചൂടാക്കി, ഒത്തിരി കരിയരുത് കേട്ടോ, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് പ്രാണിക്കും പാറ്റക്കൊക്കെ ഒരു വിഷമുണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് പൊടിയുപ്പാണ് കേട്ടോ. ഈ പൊടിയുപ്പും മഞ്ഞളും കൂടി നന്നായി ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നന്നായി പൊങ്ങിഞ്ഞ് വരുന്നുണ്ട്, ഒരുപാട് കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ചൂട് മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു കഷ്ണം തുണിയിലേക്ക് ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഇതാ ഇതുപോലെ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതാ കൈക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് അധികം ചൂട് വേണ്ട, ഈ ഒരു ചൂട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കൈക്ക്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൈവേദന, ഒരുപാട് എഴുതി കഴിഞ്ഞാലുള്ള കൈവേദനക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ. നമ്മുടെ മഞ്ഞളും ഉപ്പും ചൂടാക്കിയിട്ടൊന്ന് കൈകളിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ മടമ്പിൻ്റെ വേദനക്കൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ സൈഡിലൊക്കെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഈ മടമ്പിൻ്റെ ഒരു വേദനക്കൊക്കെ നമുക്ക് പരിഹാരം കിട്ടുന്നതാണ്. ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കിഴി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു വേദനക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.